ഏറ്റവും എടുത്തു പറയേണ്ടത് അജിത് പവാറിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് തന്നെയാണ്. തീർച്ചയായും രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ കാരണം അധികാരത്തിൻ്റെ ഭാഗമായിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നു എന്നത് തന്നെയാണ്. രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്ന് പറയുന്നത് പോലെ തന്നെ രാഷ്ട്രീയ എതിരാളികളുമായി ചങ്ങാത്തത്തിൽ ഏർപ്പെടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നതാണ്. മാത്രവും അല്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരിക്കൽ പോലും തോൽവിയറിയാത്ത നേതാവ് എന്ന പ്രത്യേകത കൂടിയുണ്ട് അജിത് പവാറിന്. അതായത് വലിയ വിമർശനങ്ങൾ, അഴിമതി ആരോപണങ്ങൾ ഒക്കെ നേരിടുമ്പോഴും അജിത് പവാറിന് ബാരാമതി പോലെയുള്ള ഒരു മേഖലയിലെ ജനസ്വാധീനത്തിൽ ഒരു കുറവും ഉണ്ടായില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. അജിത് പവാറിൻ്റെ തട്ടകം തന്നെയാണ് ഈ ബാരാമതി എന്ന് പറയുന്നത്. അവിടെ 8 തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഒരിക്കൽ പോലും അദ്ദേഹത്തിന് പരാജയം അറിയേണ്ടതായി വന്നിട്ടില്ല എന്നതാണ് വ്യക്തമാകുന്നത്. 8 തവണയാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നതും എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ മഹാരാഷ്ട്രയിലെ അനിഷേധ്യ നേതാവായിരുന്ന അജിത് പവാർ അകാലത്തിൽ അദ്ദേഹം മരണപ്പെട്ടു പോകുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് ഒരു വിമാനയാത്ര, ആ വിമാനയാത്രയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ വേണ്ടിയിട്ടായിരുന്നു. മഹാരാഷ്ട്രയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായുള്ള തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യുന്നതിനായി പുറപ്പെട്ടതായിരുന്നു. രാവിലെ 8:45 അദ്ദേഹം പുറപ്പെടുകയും ചെയ്തത്. ഇപ്പോൾ MG മിഥുൻ കൂടി ചേരുന്നുണ്ട്. മിഥുൻ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിടവാങ്ങൽ എന്ന് തന്നെ പറയാം. രാഷ്ട്രീയത്തിൽ 66 എന്നതൊരു വലിയ പ്രായമല്ല എന്ന് നമുക്കറിയാം. ഇതുവരെയുള്ള അജിത് പവാറിൻ്റെ രാഷ്ട്രീയ ഇന്നലകൾ നോക്കുമ്പോഴും കൃത്യമായ രാഷ്ട്രീയ ധാരണയോടുകൂടി മുന്നോട്ട് പോകുന്നു. ഒപ്പം നേരത്തെ ജോസ്മോൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഭാഗത്ത് രാഷ്ട്രീയമായി ഒട്ടേറെ വിമർശനങ്ങൾ കൂടി നേരിടുന്ന നേതാവ് എന്ന് പറയുമ്പോൾ പോലും ഒരു ജനതയെ ഒപ്പം നിർത്താൻ, ആ ജനതയ്ക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലടക്കം വിജയിച്ചു കയറാൻ സാധിച്ചിരുന്നു. അതായിരുന്നു അജിത് പവാറിൻ്റെ കരുത്ത്. അഭിലാഷ്, തീർച്ചയായും അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും തലവെടുപ്പുള്ള നേതാക്കൾ ഒരാൾ തന്നെയാണ് വിടവാങ്ങിയ അജിത് പവാർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ അതായത് രാഷ്ട്രീയ എതിരാളികളെ പോലും ഒപ്പം തൻ്റെ സുഹൃത്തുക്കൾ എന്ന രീതിയിൽ, അതായത് ഒരു തരത്തിലും അവരുമായി ചെങ്ങാത്തത്തിൽ ഏർപ്പെടാതെ, അതായത് ചെങ്ങാത്തവുമായി മുമ്പോട്ട് പോകാൻ ഏറെ ശ്രദ്ധിച്ചിരുന്നൊരു വ്യക്തിത്വം കൂടിയായിരുന്നു അജിത് പവാർ എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, 22ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ രാഷ്ട്രീയത്തിലേക്ക്, അതായത് ചെറുപ്പകാലം മുതലേ, അതായത് വിദ്യാർത്ഥി ആയിരുന്ന സമയത്തെയൊക്കെ രാഷ്ട്രീയത്തിലുണ്ട് എങ്കിൽ പോലും തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചുമതലയിലേക്ക് വരുന്നത് തൻ്റെ 22ാമത്തെ വയസ്സിലായിരുന്നു. 1981 അദ്ദേഹം പൂനെ പഞ്ചസാര ഫാക്ടറി സഹകരണ ബോർഡിൻ്റെ അംഗമായി വരുന്നത്. പിന്നീട് അതിൻ്റെ ചെയർമാനായി മാറുകയും ദീർഘകാലം അതിൻ്റെ ചെയർമാൻ സ്ഥാനം വഹിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. ആദ്യമായി 1991 ലോക്സഭയിലേക്ക് മത്സരിക്കാൻ, അതായത് ഒരു പാർലമെൻ്ററി ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന തരത്തിലേക്ക് ആദ്യമായി വരുന്നത് 1991 ബാരാമതിയിലെ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ജനവിധി തേടുന്നു. അന്ന് വലിയ മൃഗീയ ഭൂരിപക്ഷത്തിൽ അജിത് പവാർ വിജയിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് തൻ്റെ അമ്മാവൻ കൂടിയായിട്ടുള്ള മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ അധികാരനായ ശരത് പവാറിന് വേണ്ടി തൻ്റെ ലോക്സഭാ അംഗത്വം രാജിവെക്കുകയും അതിനുശേഷം അദ്ദേഹം നിയമസഭയിലേക്ക് അതേ വർഷം തന്നെ മത്സരിക്കുകയും ആ കന്നി അംഗത്തിൽ തന്നെ വിജയക്കൊടി പാറിക്കാനും, അത്തരത്തിൽ ബാരാമതിയിൽ നിന്ന് വിജയക്കൊടി പാറിക്കാനും അജിത് പവാറിനെ സംബന്ധിച്ച് സാധിക്കുകയും ചെയ്തു. പിന്നീട് ഇങ്ങോട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും, അതായത് ഒരു തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹത്തിന് തോൽവി എന്ന് അറിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, बड़ी आग लगी उसके कारण कोई मदद नहीं कर सकता, लेकिन सब आ गए। तब बाद में उसको उसमें आज दादा था, ये हमारे लिए बहुत शौक की बात में है, या हमें बता नहीं सकते हम बात में ऐसा। लेकिन हमने देखा है कि पायलट ने भी ट्राई किया होगा कि लैंडिंग करने का, लेकिन लैंडिंग हुआ नहीं है। ये बहुत शौक वाली घटना है। हमने देखा पूरा एक नीचे आ रहा था, ट्रैप पे आ रहा था, ट्रैप के नज़दीक 100 फुट से नज़दीक आके गिर गया है। 1982 ആരംഭിക്കുന്ന രാഷ്ട്രീയ ജീവിതം ആണ് അജിത് പവാറിൻ്റേത്. പിന്നീട് ഇങ്ങോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 8 തവണ മഹാരാഷ്ട്രയിൽ നിന്ന് വിജയിച്ചു കയറുന്നു. ഒപ്പം ലോക്സഭയിലേക്ക് അടക്കം വിജയിച്ചു കയറുന്ന രാഷ്ട്രീയ പാരമ്പര്യം. അങ്ങനെ നിരവധി തവണ ബാരാമതിയിൽ നിന്ന് നിയമസഭ അംഗമാകുന്ന സാഹചര്യമുണ്ടാകുന്നു. 1991 ലോക്സഭയിൽ ബാരാമതിയിൽ നിന്ന് തന്നെ മത്സരിച്ച് വിജയിച്ചിരുന്നു. പിന്നീട് നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരികെ എത്തുന്ന സാഹചര്യമുണ്ടാകുന്നു. സംസ്ഥാനത്തിൻ്റെ കൃഷി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അടക്കം പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കർഷകരുമായി കൂടുതൽ അടുപ്പം പുലർത്താൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തത്. അങ്ങനെ ആരംഭിച്ച ഒരു ബന്ധം തന്നെയാണ് ഇപ്പോഴും. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി കർഷക റാലിയെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു അദ്ദേഹം ബാരാമതിയിലേക്ക് പുറപ്പെട്ടത് എന്നതാണ് എടുത്തു പറയേണ്ടത്. വൈദ്യുതി വകുപ്പ് മന്ത്രിയായും ചുമതലയേറ്റിരുന്നു.
95-നും 99-ലും അദ്ദേഹം വീണ്ടും ബാരാമതിയിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി എന്ന നിലയിലും ഗ്രാമവികസന മന്ത്രി എന്ന നിലയിലും പ്രവർത്തിച്ച സാഹചര്യം കൂടി ആണ് ഉള്ളത്. അങ്ങനെ സ്വന്തം തട്ടകത്തിൽ എപ്പോഴൊക്കെ മാറ്റുരച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ബാരാമതി അജിത് പവാറിനെ പിന്തുണച്ചിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെയുള്ള അജിത് പവാറിൻ്റെ രാഷ്ട്രീയ ജീവിതം ഇവിടെ അവസാനിക്കുകയാണ് അതേ ബാരാമതിയിൽ തന്നെ എന്നതാണ് ഏറ്റവും ദുഃഖകരമാകുന്നത്. മിഥുൻ, തീർച്ചയായും അതായത് വളരെ ചുരുക്കം നേതാക്കൾക്ക് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്നൊരു കാര്യമാണ്. അതായത് ഒരു തെരഞ്ഞെടുപ്പിൽ പോലും തോൽവി അറിയാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു വ്യക്തിത്വമാണ് വിടവാങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. 8 തവണ അദ്ദേഹം മത്സരരംഗത്തുണ്ടായിരുന്നു. നിയമസഭയിലേക്ക് 8 തവണ മത്സരിച്ചു. ആ 8 തവണയും അദ്ദേഹത്തിന് വ്യക്തമായ ഭൂരിപക്ഷത്തിൽ വിജയക്കൊടി പാറിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ആദ്യമായി അദ്ദേഹം പാർലമെന്റിലേക്കാണ് ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. അപ്പോഴും അവിടെയും വിജയത്തിൽ കുറഞ്ഞൊന്നുമല്ലായിരുന്നു അദ്ദേഹത്തെ സ്വീകരിച്ചത് എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിലെ അതായത് ഒരു പാർലമെന്ററി തലത്തിലേക്ക് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ആദ്യമായി കടന്നു വരുന്ന ഒരു നേതാവ്, ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള നേതാവ് ആദ്യമായി അങ്ങനെ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ അവിടെയും കന്നി അംഗത്തിൽ തന്നെ വിജയക്കൊടി പാറിച്ചുകൊണ്ട് രാഷ്ട്രീയ ജീവിതം തുടങ്ങാൻ സാധിച്ചു എന്നുള്ളതാണ് അജിത് പവാറിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. 6 തവണ ഉപമുഖ്യമന്ത്രി ആയി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഒരാൾക്കും അവകാശപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട സവിശേഷത തന്നെയാണ്, ഒരു പ്രത്യേകത തന്നെയാണ്. 6 തവണ ഏറ്റവും കൂടുതൽ ഉപമുഖ്യമന്ത്രി ആയ എന്നുള്ള റെക്കോർഡ് കൂടി അദ്ദേഹത്തിന് സ്വന്തം പേരിൽ കുറിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 6 സർക്കാരുകളിൽ ഉപമുഖ്യമന്ത്രിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും നമുക്കറിയാം 2019 മുതലാണ് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ കൂടിയായിട്ടുള്ള മഹാരാഷ്ട്രയിലെ അധികായനായിട്ടുള്ള കിങ് മേക്കർ കൂടിയായിട്ടുള്ള ശരത് പവാറുമായി അദ്ദേഹം ഇടയുന്നത്. 2019 അദ്ദേഹത്തിൻ്റെ മകൻ അജിത് പവാറിൻ്റെ മകൻ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങൾ, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ പാർത്ഥ് പവാർ ശിവസേന സ്ഥാനാർത്ഥിയോട് വലിയ ഭൂരിപക്ഷത്തിൽ തോൽക്കുന്നു. അത്രത്തോളം രീതിയിലുള്ള വലിയ പരാജയം തൻ്റെ മകന് നേരിടേണ്ടി വരുന്നു. അപ്പോഴും വരെയാണ് ചില അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുന്നത്. അതിനുശേഷം അത് വലിയ രീതിയിലുള്ളൊരു പിളർപ്പിലേക്ക് കൂടി എത്തിച്ചു എന്നുള്ളത് തന്നെയാണ്. 2019 ശിവസേന NCP കോൺഗ്രസ് സഖ്യം രൂപീകരിച്ച മഹാവികാസ് അഘാഡി സഖ്യം രൂപീകരിച്ചപ്പോൾ അദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. എങ്കിൽ പോലും 2022 മുഖ്യമന്ത്രിയായിരുന്നു ഉദ്ധവ് താക്കറെ. സ്ഥാനം രാജിവെച്ചതോടുകൂടി 2022 നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം പിന്നീട് തെരഞ്ഞെടുക്കപ്പെടുന്നു. പിന്നീട് 2023 മെയ്യിൽ NCP ദേശീയ അധ്യക്ഷ സ്ഥാനം ശരത് പവാർ രാജിവെച്ച സാഹചര്യത്തിൽ വർക്കിംഗ് പ്രസിഡന്റുമാരായി ശരത് പവാറിൻ്റെ മകൾ സുപ്രിയ സുലെയും ഒപ്പം തന്നെ പ്രഫുൽ പട്ടേലിനെയും, അതായത് ശരത് പവാറിൻ്റെ അന്നത്തെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള വ്യക്തികളിൽ ഒരാളായിരുന്നു പ്രഫുൽ പട്ടേൽ. അവർക്ക് രണ്ടുപേർക്കും ഇത്തരത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം നൽകിയതിനെ ചൊല്ലി ചില അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുന്നു. അതിൽ അതൃപ്തി രേഖപ്പെടുത്തുന്നു. കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നു, അതായത് പാർട്ടി സ്ഥാനങ്ങളില്ലാത്ത സാഹചര്യത്തിൽ, പാർട്ടി പദവികളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ താൻ പ്രതിപക്ഷ നേതാവായി തുടരാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ തനിക്ക് പാർട്ടി നേതൃപദവി വേണമെന്നുള്ള ആവശ്യം ശരത് പവാറിനോട് അദ്ദേഹം നേരിട്ട് ആവശ്യപ്പെടുന്നു. പക്ഷേ അക്കാര്യത്തിൽ ഒരു അതൃപ്തി അദ്ദേഹം രേഖപ്പെടുത്തുകയും പിന്നാലെ ശരത് പവാർ അതിന് വഴങ്ങാതെ വരികയും ചെയ്തതാണ് പിന്നീട് ഈ പാർട്ടി പിളർത്തിക്കൊണ്ട് അദ്ദേഹം NDAയിലേക്ക് ചേക്കേറാനൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. 2023 ജൂലൈ 2 മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ NCPയെ പോലും ഞെട്ടിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തെ പോലും അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പോലും ഞെട്ടിപ്പിക്കുന്ന തരത്തിലേക്ക് ഉള്ള വലിയ പ്രഖ്യാപനം അജിത് പവാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്ത് അപ്പോൾ ജൂലൈ 2 NCP പിളർത്തിക്കൊണ്ട് അജിത് പവാറെ നയിക്കുന്ന സഖ്യം ഏക്നാഥ് ഷിൻഡെ സർക്കാരിലേക്ക്, അതായത് ഏക്നാഥ് ഷിൻഡെ ശിവസേന വിഭാഗവും ഒപ്പം തന്നെ BJP നയിച്ച ആ സർക്കാരിലേക്ക്, NDAയിലേക്ക്, മഹായുതി സഖ്യത്തിലേക്ക് അജിത് പവാർ നീങ്ങുന്നു എന്നുള്ളതാണ്. ജൂലൈ 2 അജിത് പവാറിനോടൊപ്പം 29 MLA ഉൾപ്പെടെയായിരുന്നു അദ്ദേഹത്തോടൊപ്പം രാജ്ഭവനിലെത്തി തൻ്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. അത് വലിയ ചർച്ചാ വിഷയവും ഒപ്പം തന്നെ ശരത് പവാറിനെ പോലും വലിയ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വലിയ ഒരു കടുത്ത തീരുമാനം തന്നെയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷം നമുക്കറിയാം അദ്ദേഹത്തോടൊപ്പം പോയ പ്രധാനപ്പെട്ട നേതാക്കളിൽ ശരത് പവാറിൻ്റെ എക്കാലത്തെയും വിശ്വസ്തരായിട്ടുള്ള ഛഗൻ ഭുജ്ബൽ, ഒപ്പം തന്നെ പ്രഫുൽ പട്ടേൽ, ദിലീപ് വത്സ പാട്ടീൽ എന്നിവരും ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ NCPയിലെ പ്രധാന നേതാക്കളെ ഒക്കെ ഒപ്പം നിർത്തിക്കൊണ്ട് NCPയെ രണ്ടായി പിളർത്തിക്കൊണ്ട് NDAയിലേക്ക് പോയി എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം നമുക്കറിയാം അന്ന് NCPക്ക് 53 MLA നിയമസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ 29 പേരും ഇത്തരത്തിൽ അദ്ദേഹത്തോടൊപ്പം പോയി എന്നുള്ളതായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെയുള്ള പ്രതിപക്ഷ
ഐക്യത്തിന് ശരത് പവാർ നേതൃത്വം നൽകുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു NCP-യിലെ പിളർപ്പ് എന്നുള്ളതും ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു. മഹാരാഷ്ട്രയെ സംബന്ധിച്ച് മഹാരാഷ്ട്രയിൽ എല്ലാ കാലത്തും ഒരു കിങ് മേക്കറായിരുന്ന ശരത് പവാർ ഇക്കാര്യത്തിൽ വളരെ ഞെട്ടലോടുകൂടിയായിരുന്നു ഈ വാർത്തകൾ കേട്ടത്. തൻ്റെ പാർട്ടിയെ തന്നെ പിളർത്തിക്കൊണ്ട് BJP-യുടെ പാളത്തിലേക്ക് അജിത് പവാർ പോയത് ഒരു തരത്തിലും ആ ഒരു പാർട്ടിയെ പിന്നീട് ഇങ്ങോട്ടേക്ക് ആ ഒരു ക്ഷീണത്തിൽ നിന്ന് കരകയറ്റാൻ സാധിച്ചില്ല എന്നുള്ളത് നമുക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കൂടി, അതായത് കഴിഞ്ഞ മുംബൈ MNC അടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് വ്യക്തമായതാണ്. അവർ വീണ്ടും ഒന്നിച്ചുവെങ്കിൽ പോലും അത് വീണ്ടും ഒരു സഖ്യമായി അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കോ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കോ വരുമ്പോൾ ആ സഖ്യം തുടരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ലായിരുന്നുവെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിനെ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് നടന്ന MNC തെരഞ്ഞെടുപ്പിലടക്കം ഇരുവർക്കും വീണ്ടും, അതായത് ഈ കുടുംബ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്നായിരുന്നു സുപ്രിയ സുലെ അടക്കമുള്ളവർ വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ സഖ്യം മുന്നോട്ട് പോകുമോ എന്ന് ഉള്ള ആശങ്ക അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു. എങ്കിൽ പോലും തങ്ങളുടെ കുടുംബത്തിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അതെല്ലാം പറഞ്ഞ് പരിഹരിക്കാൻ സാധിച്ചു. അവർ വീണ്ടും ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നു എന്നുള്ളതായിരുന്നു പറഞ്ഞത്. പക്ഷേ ആ സഖ്യവും വളരെ രീതിയിൽ തകർന്ന രീതിയിൽ നമ്മൾ കാണുകയും ചെയ്തു. അതായത് ഒരു കാലത്ത് മുംബൈ MNC ഭരിച്ചിരുന്ന അല്ലെങ്കിൽ അവിടെ നിർണായക ശക്തിയായിരുന്ന NCP 34 സീറ്റുകളിലേക്ക് ഒതുക്കി. അതായത് അവിടെ നടന്ന എല്ലാ സീറ്റുകളെ ഈ ഏകദേശം 229 സീറ്റുകളിലേക്കായിരുന്നു അവിടെ മത്സരിച്ചെങ്കിൽ 34 സീറ്റുകളിലേക്ക് അവർ ഒതുങ്ങുന്ന പശ്ചാത്തലത്തിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ പൂർണ്ണമായും മുംബൈയിലെ 29 കോർപ്പറേഷനുകളിലും NCP സഖ്യം തകർന്നടിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. എന്തായാലും നമുക്കറിയാം 2021 ഇദ്ദേഹത്തിനെതിരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ 1982 അദ്ദേഹം ആദ്യമായി ഈ രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശനം നടത്തുന്നത്. അപ്പോൾ അവിടുത്തെ ചെയർമാനായ, അതായത് പഞ്ചസാര ഫാക്ടറിയുമായി ബന്ധപ്പെട്ടുള്ള അവിടുത്തെ ചെയർമാനായി അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നു. പഞ്ചസാര ഫാക്ടറി സഹകരണ ബോർഡിൻ്റെ ചെയർമാനായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്തിൽ. ആദ്യം അംഗമായി, പിന്നീട് ചെയർമാനായി ദീർഘകാലം അദ്ദേഹം സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു. അവിടുത്തെ ചില അഴിമതി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട EDയുടെ റഡാറിലേക്ക് അജിത് പവാർ വരുന്നു. അഴിമതി ആരോപണങ്ങൾ വലിയ രീതിയിൽ ശക്തമായി അലയടിക്കുകയും 65 കോടിയോളം വരുന്ന അജിത് പവാറിന്റെ സ്വത്തുവകകൾ ED കണ്ടുകെട്ടുന്നത് 2021 ഈ സമയത്തൊക്കെ ചില അസ്വാരസ്യങ്ങൾ NCP-യിൽ ഉടലെടുക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെയ്ക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നു, അല്ലെങ്കിൽ കൂടുതൽ പ്രാതിനിധ്യങ്ങൾ നൽകുന്നു. പാർട്ടിപരമായിട്ടുള്ള എല്ലാ ചുമതലകളും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴുമൊക്കെ അതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സുപ്രധാന ചുമതല വഹിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത് സുപ്രിയ സുലെ എന്നുള്ള രീതിയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അപ്പോൾ തന്നെ ഉടലെടുക്കുകയും ചെയ്യുന്നു. അതിന് പിന്നാലെയാണ് ആ വിഷയങ്ങൾ അത് കൂടുതൽ മൂർച്ഛിക്കുകയും പാർട്ടി തന്നെ പിളർത്തിക്കൊണ്ട് പോകുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്തു. പിന്നീട് കോടതി വരെ എത്തിയ കാര്യങ്ങൾ, നിയമ പോരാട്ടങ്ങൾ, ഏറ്റവും ഒടുവിൽ NCP-യുടെ ഔദ്യോഗിക ചിഹ്നവും പേരും ഉൾപ്പെടെ അജിത് പവാറിന് സ്വന്തമാണ് എന്നുള്ള രീതിയിൽ സുപ്രീം കോടതിയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ വരുന്നു. അതൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആ രാഷ്ട്രീയ രംഗത്ത് കാണുകയും ചെയ്തതാണ്. അത്തരത്തിൽ നിർണായക ശക്തിയായി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ തന്നെ നിർണായക ശക്തിയായിട്ടുള്ള ഒരു അധികായനാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. തൻ്റെ 22ാമത്തെ വയസ്സിൽ ആരംഭിച്ച പ്രയാണം 31ാമത്തെ വയസ്സിൽ ആദ്യമായി വിജയിപ്പിച്ച തന്നെ നിയമസഭയിലേക്ക് എത്തിച്ച ബരാമതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര അവിടെ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. രാവിലെ 8:12 കൂടിയാണ് ഈ സ്വകാര്യ വിമാനത്തിൽ അദ്ദേഹം ഇന്ന് തൻ്റെ മണ്ഡലത്തിൽ 4 പരിപാടികളായിരുന്നു നിശ്ചയിച്ചിരുന്നത്. ഈ 4 പരിപാടികളിൽ കർഷകരുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളായിരുന്നു. ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ക്രൂ മെമ്പേഴ്സും അവിടേക്ക് പുറപ്പെട്ടത്. അവിടെ എത്തി കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ അജിത് പവാറിന്റെ രംഗപ്രവേശനം എന്ന് തന്നെ പറയാം. അതുമായി ബന്ധപ്പെട്ട് ചില അഴിമതി ആരോപണങ്ങളടക്കം നിലനിൽക്കുന്നുവെങ്കിലും ബാരാമതി ഒരിക്കൽ പോലും അജിത് പവാർ എന്ന രാഷ്ട്രീയ നേതാവിനെ കൈവിട്ടിരുന്നില്ല എന്നതാണ്. 8 തവണ നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ 8 തവണയും മിന്നുന്ന വിജയം ആയിരുന്നു അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത് എന്നത് തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.